പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ മൊബൈൽ തുറന്നു. സ്ക്രീനിൽ ഒന്നിനു പിറകെ ഒന്നായി ചിത്രങ്ങൾ. ആരോ മലമുകളിൽ, ആരോ വിദേശ യാത്രയിൽ, ആരോ പുതിയ കാറിനൊപ്പം, ആരോ കുടുംബത്തോടൊപ്പം ചിരിച്ചുകൊണ്ട്, ആരോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നെഴുതിയ സ്റ്റാറ്റസോടെ. സ്ക്രോൾ ചെയ്യുന്നതിനിടെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഫോട്ടോ വന്നു. വളരെ സന്തോഷത്തോടെ ചിരിക്കുന്ന ചിത്രം. നല്ല വസ്ത്രം, മനോഹരമായ പശ്ചാത്തലം. ചിത്രത്തിന് താഴെ 100 കണക്കിന് ലൈക്കുകൾ. ഞാൻ ആ ചിത്രം കണ്ട് ചിരിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വ്യക്തിയെ നേരിൽ കണ്ടു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി ഞാൻ രാത്രിയിൽ ശരിയായി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒരു നിമിഷം മിണ്ടാതായി. കാരണം ആ പോരാട്ടത്തിൻ്റെ ഒരു സൂചന പോലും ആ ചിത്രത്തിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ പലതും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും എത്താറില്ല. നമ്മൾ ഇന്ന് കാണുന്ന ലോകം ഒരു പ്രദർശന ജാലകമാണ്. പക്ഷെ മനുഷ്യജീവിതം കൂടുതലായി നടക്കുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. എനിക്കറിയാവുന്ന ഒരു വ്യാപാരിയുണ്ട്. ആളുകൾ അദ്ദേഹത്തെ വിജയത്തിൻ്റെ പ്രതീകമായി കാണും. എപ്പോഴും ചിരിച്ച മുഖം, എല്ലാവരോടും ആത്മവിശ്വാസത്തോടെ സംസാരിക്കും. ഒരു ദിവസം വൈകുന്നേരം കട അടച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 മാസം മുൻപ് ബിസിനസ് തകരുമോ എന്ന് ഞാൻ ദിവസവും ഭയന്നിരുന്നു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, പിന്നെ പുറത്തൊന്നും കാണിച്ചില്ലേ? അദ്ദേഹം ചിരിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഭാരമാകാൻ തോന്നിയില്ല. ആ വാക്ക് എന്നെ ആഴത്തിൽ തൊട്ടു. ചില ആളുകൾ അവരുടെ വേദന മറയ്ക്കുന്നത് നാടകമാക്കാനല്ല, മറ്റുള്ളവരെ ഭയപ്പെടുത്താതിരിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ബലഹീനത ആരുടെയും മുന്നിൽ തുറക്കാൻ മടിയുള്ളതിനാൽ. നമ്മുടെ സമൂഹത്തിൽ ശക്തൻ എന്നതിന് ഒരു വിചിത്ര നിർവചനമുണ്ട്. കരയാത്തവൻ, പരാതിപ്പെടാത്തവൻ, എപ്പോഴും ചിരിക്കുന്നവൻ, എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ. പക്ഷെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവൻ തന്നെയാണ് എനിക്കെല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നത്. ഒരു ബസ് യാത്രയിൽ ഞാൻ കണ്ട ഒരു ദൃശ്യം ഓർക്കുന്നു. ഒരു സ്ത്രീ ജനാലയ്ക്ക് അരികിലിരുന്നു. ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു. ശബ്ദം വളരെ സാധാരണമായിരുന്നു. അതെ, എല്ലാം സുഖമാണ്, വിഷമിക്കേണ്ട. കോൾ കഴിഞ്ഞ ഉടനെ അവർ ജനാലയിലേക്ക് തിരിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ പതുക്കെ കണ്ണീർ തുടച്ചു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. വീണ്ടും സാധാരണ മുഖവുമായി നടന്നു. ആരും ഒന്നും ശ്രദ്ധിച്ചില്ല. അതാണ് ജീവിതത്തിൻ്റെ നിശബ്ദ സത്യം. നമ്മൾ ദിവസവും കടന്നു പോകുന്ന ആളുകളിൽ എത്ര പേർ ഇങ്ങനെ ഉണ്ടാവാം? ഓഫീസിൽ സമയം പാലിച്ചെത്തുന്ന സഹപ്രവർത്തകൻ, സ്കൂളിൽ കുട്ടികളെ ചിരിപ്പിക്കുന്ന അധ്യാപിക, കടയിൽ ബിൽ നൽകുന്ന ജീവനക്കാരൻ, നമ്മളെ കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സുഹൃത്ത്. അവരുടെ ജീവിതത്തിൽ എന്തു നടക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവന് പ്രശ്നങ്ങളില്ല എന്ന് അർത്ഥമില്ല. വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തരായ ചില ആളുകൾ അവരുടെ പോരാട്ടങ്ങളെ പൊതുവേദി ആക്കാറില്ല. എന്തുകൊണ്ട്? ചിലർക്ക് വേദന വാക്കുകളാക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലർ സഹായം ചോദിക്കാൻ പഠിച്ചിട്ടില്ല. ചിലർ ആരും മനസ്സിലാക്കില്ല എന്ന് കരുതുന്നു. ചിലർ ഓരോ ദിവസവും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നെ വ്യക്തിപരമായി ഏറെ പഠിപ്പിച്ച ഒരു കാര്യം പറയാം. ഒരിക്കൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഒരാളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എത്ര നന്നായി പോകുന്നു, എപ്പോഴും സന്തോഷമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, നന്ദി, ഞാൻ ശ്രമിക്കുന്നത് ആളുകൾക്ക് എൻ്റെ വേദന കാണിക്കാതിരിക്കാനാണ്. ആ നിമിഷം എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ എത്ര എളുപ്പത്തിലാണ് മറ്റുള്ളവരുടെ പുറം ചിത്രം കണ്ട് അവരുടെ ഉള്ളിലെ ജീവിതത്തെക്കുറിച്ച് വിധി പറയുന്നത്. അവനെന്ത് പ്രശ്നം, അവൾ എപ്പോഴും സന്തോഷവതിയാണ്, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യഹൃദയം ഒരു ഫോട്ടോ അല്ല, അത് പാളികളുള്ള ഒന്നാണ്. ചിലർ ആശുപത്രി റിപ്പോർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓഫീസിൽ വരുന്നു. ചിലർ സാമ്പത്തിക സമ്മർദ്ദത്തിനിടയിലും കുട്ടികളോട് ചിരിക്കുന്നു. ചിലർ ബന്ധത്തിൻ്റെ തകർച്ച മറച്ചുവെച്ച് സമൂഹത്തിൽ സാധാരണ പോലെ പെരുമാറുന്നു. ചിലർ രാത്രിയിൽ കരഞ്ഞിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് അയക്കുന്നു.
ഈ ആളുകളെ തിരിച്ചറിയാൻ ഒരു പ്രത്യേക കഴിവ് വേണം. ശ്രദ്ധ നമ്മൾ ചോദിക്കുന്ന എങ്ങനെയുണ്ട് പലപ്പോഴും ഒരു ആചാരമായി മാറി. പക്ഷേ ചിലപ്പോൾ ആ ചോദ്യം അല്പം മന്ദഗതിയിൽ ചോദിച്ചാൽ, കണ്ണിൽ നോക്കി ചോദിച്ചാൽ മറുപടി മാറും. സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു വാചകം പലർക്കും പറയാൻ ഒരു സുരക്ഷിത ഇടം വേണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. സ്വന്തം പോരാട്ടങ്ങൾ പോസ്റ്റ് ചെയ്യാത്ത ആളുകളെ നാം ചിലപ്പോൾ സ്ട്രോങ് എന്ന് വിളിക്കും. അതിൽ സത്യമുണ്ട്. പക്ഷെ അവർക്ക് സഹായം വേണ്ട എന്നർത്ഥമില്ല. ശക്തനായ ആളുകൾക്കും ക്ഷീണം വരും. മിണ്ടാതിരിക്കുന്ന ആളുകൾക്കും കേൾക്കുന്ന ഒരാൾ വേണം. ചിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ താങ്ങ് വേണം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കൂ എന്ന് പറയില്ല. പക്ഷെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. അടുത്ത തവണ നിങ്ങൾ ആരുടെയെങ്കിലും സന്തോഷ ചിത്രം കാണുമ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം മാത്രമാണ് എന്നോർക്കൂ. മുഴുവൻ കഥയല്ല. അടുത്ത തവണ ആരെങ്കിലും എല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വാക്കിൻ്റെ പിന്നിൽ പറയപ്പെടാത്ത ഒരു കഥ ഉണ്ടാകാമെന്ന് ഓർക്കൂ. ഒരുപക്ഷെ മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതിലായിരിക്കാം. നമുക്ക് മറ്റൊരാളുടെ മുഴുവൻ പോരാട്ടം അറിയില്ലെങ്കിലും നമുക്ക് അവരോട് അല്പം കൂടുതൽ കരുണയോടെ പെരുമാറാം. കാരണം ഈ ലോകത്തെ ഏറ്റവും നിശബ്ദമായി യുദ്ധം ചെയ്യുന്നവർ പലപ്പോഴും ഏറ്റവും ഉച്ചത്തിൽ സഹായം ചോദിക്കാത്തവരാണ്. അവർ പോസ്റ്റ് ചെയ്യില്ല, പ്രഖ്യാപിക്കില്ല, ശ്രദ്ധ തേടില്ല. അവർ ഓരോ ദിവസവും എഴുന്നേറ്റ് ചിരിച്ച് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരെ എത്ര സന്തോഷവാൻ എന്ന് മാത്രം കാണാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യൻ എന്ന കരുണയോടെ കാണാൻ പഠിക്കാം. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ മനസ്സിലാക്കലും കുറച്ച് കുറവ് വിധി പറയലും കൂടുതൽ മാനുഷികതയും നിറഞ്ഞതാവട്ടെ.